ഹലോ, ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്ലറ ചില്ലറ ഒക്കെ കാണിക്കുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. അഗെയിൻ ഭയങ്കര മെസ്സി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ടാവും. ചുമരിലെല്ലാം ഫുള്ള് ഒട്ടിച്ചിട്ടല്ലേ ഇല്ലതെ ആ വീടും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ച് റിട്ടേൺ ബാക്ക് ടു മൈ വേൾഡ്. അപ്പോൾ നമ്മൾ റീമീറ്റൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 to 6 days നമുക്ക് ബാക്കിയുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റീമീറ്റ് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് വീണ്ടും എഴുതുന്നത്, ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ അയാൾക്കുള്ള മറുപടിയാണിത്. ഞാൻ ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞത് റീമീറ്റ് വരുന്നതിന് മുമ്പാണ്. അതായത് ഇനി എനിക്കൊരു അവസരം ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പടച്ചോനായിട്ട് എനിക്ക് ഒരവസരം തന്നു, അതായത് വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഞാൻ എഴുതുന്നത്, അല്ലാതെ എൻ്റെ വാക്കിൽ എനിക്ക് നിലപാടില്ലാത്തതുകൊണ്ടൊന്നല്ല. അപ്പം എല്ലാവരും നല്ല രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചക്ക കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും, എന്നെ പ്രസവിക്കാനായ സമയത്ത് എൻ്റെ ഉമ്മ അത്രയും ചക്ക കഴിച്ചിട്ടുണ്ട്, ചക്കയും മാങ്ങയും ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചക്ക ബേബി ആയിരുന്നു ഗൈസ്. കാരണം അത്രക്കും നല്ല വെയിറ്റും, മാസം തികഞ്ഞിട്ടും എൻ്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ല. അത്രയും നല്ല വെയിറ്റ് ആയതുകൊണ്ട് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കീറിയിട്ടാണ് എടുത്തത്. അപ്പൊ അത്രയും നല്ല വെയിറ്റ് ഉള്ള ഒരു ഹെൽത്തി കുട്ടി ആയിരുന്നു ഞാൻ. ഒരു ചക്ക ബേബിയാന്ന് പറയാം. ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കുരുവിന്റെ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. താനൂർ ചക്ക ദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിൽ ആ ചക്ക കായ്ക്കും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീടിൻ്റെ ചുറ്റും കുറേ ചക്കമരമുണ്ട്. അപ്പം ഞാൻ ഈ മഴക്കാലത്താണ് ചക്ക വീഴുമ്പോൾ ഞാൻ ഓടും, കിണ്ണം എടുത്തിട്ട് ഓടും. എന്നിട്ട് അവിടെ പോയിട്ട് പഴഞ്ചക്കയാണ്. അപ്പം അത് ഭയങ്കര ഇങ്ങനെ വലിച്ച വേഗത്തിൽ അത് പൊട്ടി വരും. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്രൂട്ട് മൊത്തം എടുക്കും, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് തിന്നും. അതായത് ഈ മഴക്കാലത്ത് അങ്ങനെ വീട്ടിൽ ഉമ്മ ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കൂല, ഈ ചക്കക്കുരുവിൻ്റെ ഐറ്റംസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ചക്കയാണ്. ചക്ക വേവിച്ചത്, ചക്ക വറ്റിയത്, ചക്ക ഇത്. അന്നത്തെ ഇത് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഉറങ്ങുന്ന ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ പോലും ഇത്ര വെടിവെപ്പ് ഉണ്ടാവില്ല, അത്രക്കും വെടിവെപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ചക്കക്കഥയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വാട്ടായി ഈറ്റിൻ്റെ ഡേ ആസ് എ നീറ്റ് ആസ്പിരൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.